പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മന്ത്രി എം മണി അവഹേളിച്ചതായി നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ ഭാര്യ വിജി. ഒരു മാസം കൊണ്ട് ജോലി തരാൻ എടുത്തുവച്ചിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞെന്ന് വിജി പറയുന്നു. മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ സമരം കിടക്കാതെ മുഖ്യമന്ത്രിയെ കാണണമെന്നും മന്ത്രി പറഞ്ഞതായി വിജി പറഞ്ഞു. വിജി ഫോണിൽ വിളിച്ചപ്പോഴാണ് മന്ത്രിയുടെ പ്രതികരണം. മന്ത്രിയുടെ പരാമർശം വേദനിപ്പിച്ചെന്നും വിജി ന്യൂസ് 18നോട് പറഞ്ഞു. നമ്മളെ തോന്നിവാസത്തിന് വന്നിരുന്ന അങ്ങനെ ജോലി വേണമെന്ന് പറഞ്ഞാൽ തരാനുള്ള നിയമമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നു. മുഖ്യമന്ത്രിയെ പോയി കണ്ടിട്ട് അധികം ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സമരമായി വന്നിരിക്കുന്നത് എന്നൊക്കെ കേട്ടു. സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. സജിത്ത്, വിജി വളരെ വേദനയോടുകൂടിയാണ് സംസാരിച്ചത്. മന്ത്രി എം മണിയെ വിജി അങ്ങോട്ട് ഫോണിൽ വിളിച്ചപ്പോഴായിരുന്നോ മന്ത്രിയുടെ ഈ പ്രതികരണം? വിശദാംശങ്ങൾ. അതെ, മന്ത്രി അങ്ങോട്ട് വിളിച്ചപ്പോഴായിരുന്നു ഈ തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. സനലിന്റെ ഭാര്യ വിജി തനിക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറെ നാളുകളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുകയാണ്. ഈ സമരത്തിന്റെ ഭാഗമായി ഇന്ന് എല്ലാ മന്ത്രിമാരെയും നേരിട്ട് വിളിച്ച് പരാതി പറയുന്നതിന്റെ ഒരു സമര രീതിയായിരുന്നു അവർ ഇന്ന് നടത്തിയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മന്ത്രി എം മണിയെ വിളിച്ചത്. എം മണിയെ വിളിച്ചപ്പോഴാണ് ഈ തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. ഒരു മാസം കൊണ്ട് തരാൻ ഇവിടെ ആരും ജോലി എടുത്തു വെച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടതല്ലേ, ഇനിയും ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയെ കാണേണ്ടി വരും. സമരം നടത്തിയത് കൊണ്ട് ജോലി ലഭിക്കില്ല. ഈ തരത്തിലുള്ള വളരെ മോശമായ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിലും മന്ത്രി എന്ന തരത്തിലും ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു മന്ത്രി എം മണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാധ്യമങ്ങളും ഇതിന് സാക്ഷിയാണ്. ടെലിഫോണിലാണ് എം മണിയും വിജിയും തമ്മിൽ സംസാരിച്ചത്. ഇതിനുശേഷം വിജി മാധ്യമങ്ങളോട് പറഞ്ഞത് മന്ത്രിയുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായി എന്ന് തന്നെയാണ്. എല്ലാ മന്ത്രിമാരെയും മാറി മാറി ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാവണം എന്നാവശ്യപ്പെട്ട് വിളിക്കുകയാണ് ഇവർ ചെയ്തത്. പക്ഷേ മന്ത്രി എം മണിയെ മാത്രമാണ് സജിത്തിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ കെ ആൻസലൻ MLA നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. MLA, താങ്കൾ ഈ വാർത്ത കേട്ടു എന്ന് കരുതുന്നു. മന്ത്രി എം മണി അവഹേളിച്ചതായി ആണ് നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ ഭാര്യ വിജി ന്യൂസ് 18നോട് പറഞ്ഞിരിക്കുന്നത്. വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മാസം കൊണ്ട് ജോലി വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്തു വച്ചിരിക്കുകയാണോ എന്നാണ് ടെലിഫോണിൽ വിജി സംസാരിച്ചപ്പോൾ മന്ത്രിയുടെ പ്രതികരണം. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? വാർത്ത ഞാൻ ശ്രദ്ധിച്ചില്ല, നിങ്ങൾ പറഞ്ഞ അറിവേ ഉള്ളൂ. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ തന്നെ അറിയാൻ കഴിയും. അതിനെ സംബന്ധിച്ച് വിശദമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, എന്നിട്ട് എനിക്ക് പ്രതികരിക്കാൻ കഴിയുള്ളൂ. ഈ ഒരു ജനപ്രതിനിധികൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. പലതവണ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ പലപ്പോഴായി ഉണ്ടായപ്പോൾ നാടൻ ഭാഷയാണ്, അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞൊഴിഞ്ഞെങ്കിലും ഇത്തരത്തിൽ സമരം ഇരിക്കുന്ന, ഭർത്താവ് മരിച്ച് 2 കുട്ടികളുമായി ഇത്തരത്തിൽ സമരം ഇരിക്കുന്ന വിജിയോട് ഇങ്ങനെ ഒരു പ്രതികരണം, അത് ശരിയാണോ? അല്ലാതെ അന്വേഷിക്കാനുണ്ട്. അദ്ദേഹം പ്രതികരിച്ചു എന്നാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്താണെന്നൊന്ന് പരിശോധിക്കാം. അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല, എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. മന്ത്രി എം മണി അവഹേളിച്ചു എന്നാണ് നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ ഭാര്യ വിജി പറയുന്നത്. എം മണിയുമായി വിജി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദ സംപ്രേഷണത്തിലേക്കൊന്ന് പോകാം. കണ്ടിരുന്നു എന്നിട്ട് നോക്കട്ടെ എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി. അപ്പൊ ഈ 1.5 മാസമായിട്ടും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ആവശ്യമൊക്കെ ജോലിയും ഞങ്ങളെ ബാധ്യത തീർക്കാനുള്ള നഷ്ടപരിഹാരവും ആവശ്യമാണ്. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് മുഖേനയാണ് വന്നത്. രണ്ടു പ്രാവശ്യം പോയി കണ്ടിട്ടും ഇതുവരെ ഒരു മറുപടി ഉണ്ടായില്ല. മന്ത്രി എം മണിയെ ഫോണിൽ വിളിച്ചപ്പോൾ മന്ത്രി എം മണിയും വിജിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. മന്ത്രി എം മണി അവഹേളിച്ചതായാണ് ഇതിനുശേഷം വിജി മാധ്യമങ്ങളോട് ന്യൂസ് 18നോട് പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ സജിത്ത് നൽകും. സജിത്ത്, ശബ്ദ
സംപ്രേഷണത്തിൽ ചെറിയ വ്യക്തത കുറവ് ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. മന്ത്രി പറയുന്നത് നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടില്ലേ, പിന്നെ എന്തിനാണ് അവിടെ സമരം ഇരിക്കുന്നത്? ഇത്തരത്തിൽ ദേഷ്യത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ? അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ പറഞ്ഞ പ്രശ്നം അവിടെയുണ്ട്. അതായത് വലിയ രീതിയിലുള്ള ജനക്കൂട്ടത്തിന്റെയും ബഹളങ്ങൾക്ക് നടുവിലാണ് അവരുടെ സമരം. ആ സമരത്തിന് നടുവിൽ നിന്നാണ് ഇവർ മന്ത്രിയെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. സ്വാഭാവികമായും അത് സാങ്കേതികമായി നമുക്ക് പൂർണ്ണമായും ശബ്ദ വ്യക്തതയോടെ അത് പ്രേക്ഷകരിലെത്തിക്കാൻ നമുക്ക് ഒരു തടസ്സവുമുണ്ട്. എന്തായാലും വിജി നേരിട്ട് ഇവരുമായി സംസാരിച്ചു. ചില അവ്യക്തതകൾ ഉണ്ടെങ്കിൽ തന്നെ മന്ത്രിയുടെ വാക്കുകൾ നമുക്ക് ഏറെക്കുറെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. വളരെ പരുഷമായ രീതിയിൽ വിജിയോട് മന്ത്രി സംസാരിച്ചു എന്ന് തന്നെ വേണം ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. വിജിയുടെ പ്രതികരണവും അതിനുശേഷം അങ്ങനെയായിരുന്നു. എല്ലാ മന്ത്രിമാരെയും മാറി മാറി ടെലിഫോണിൽ വിളിക്കുക എന്ന ഒരു സമര രീതിയായിട്ടാണ് ഇന്നവരവിടെ ഇരുന്നത്. പക്ഷേ എം എം മണിയുമായി ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഇവർ മറ്റ് ആരെയും വിളിക്കാൻ തയ്യാറായില്ല. മാനസികമായി വല്ലാതെ തകർന്ന അവസ്ഥയിലാണ് അവർ പിന്നീട് മാധ്യമങ്ങളോടും പ്രതികരിച്ചത്. കൂടുതൽ പ്രതികരണത്തിനും അവർ തയ്യാറായിട്ടില്ല. എന്തായാലും സനലിന്റെ മരണം, ആ മരണത്തിന് ശേഷം കുടുംബത്തിന് നീതി ലഭിക്കണം, ഈ ആവശ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയെ പലവട്ടം ഈ കാര്യം ഉന്നയിച്ച് കണ്ടതാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇവർക്ക് ഒരു പരിഹാരമുണ്ടാവും. കുടുംബത്തിനോ സാമ്പത്തിക സഹായമോ വിജിക്ക് ഒരു ജോലിയോ ഇത്തരത്തിലുള്ള ചില പരിഗണനകൾ ഉണ്ടാകും എന്ന ഉറപ്പ് സർക്കാർ കേന്ദ്രങ്ങൾ, അവിടുത്തെ MLA അടക്കമുള്ളവർ ഈ കുടുംബത്തിന് ഉറപ്പ് നൽകിയതാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അങ്ങനെ ചില തീരുമാനം ഉണ്ടാകുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു. പക്ഷേ ആ തീരുമാനങ്ങളൊന്നും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായില്ല. സമരം അവസാനിപ്പിച്ചാൽ ഇക്കാര്യം പരിഗണിക്കാമെന്നതാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ സൂചനയെന്നാണ് വിജിയോടൊപ്പമുള്ളവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് ഇതിന്റെ ഭാഗമായിട്ടാണ് മന്ത്രിമാരോട് ഇവർ നേരിട്ട് സംസാരിച്ചത്. മന്ത്രി എം എം മണിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ മോശമായ പ്രതികരണം തന്നെയാണ് ഉണ്ടായതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സജിത്ത്, ഇത് ഇവരുടെ ഒരു സമര രീതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് എല്ലാ മന്ത്രിമാരെയും ഫോണിലൂടെ വിളിച്ച് വിജി സംസാരിക്കുകയായിരുന്നു. അത് അവിടെ ഇരിക്കുന്ന സമരക്കാർക്കും ഒക്കെ പൊതുജനങ്ങൾക്കൊക്കെ കേൾക്കുന്ന വിധത്തിലായിരുന്നു സംസാരിച്ചത്. അങ്ങനെയാണോ? അല്ല, മറ്റാർക്കും കേൾക്കാവുന്ന തരത്തിലായിരുന്നില്ല. വ്യക്തമായ ആ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ BJPയുടെ സമരപന്തലിന് സമീപത്ത് തന്നെയാണ് വിജിയും കുടുംബവും സമരം ചെയ്യുന്നത്. അവരുടെ റിലേ സത്യാഗ്രഹ സമരമാണ് അവിടെ കഴിഞ്ഞ ദിവസങ്ങളായി നടന്നു വരുന്നത്. സ്വാഭാവികമായും വളരെ ശബ്ദമയമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഇവർ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. പല മന്ത്രിമാരെ മാറി മാറി ശ്രമിച്ചെങ്കിലും ആരെയും ടെലിഫോണിൽ കിട്ടിയില്ല. മന്ത്രി എം എം മണിയാണ് ഫോണിൽ കിട്ടിയത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. അത് നമുക്ക് പൂർണ്ണമായും അവിടുത്തെ ശബ്ദ നിറഞ്ഞ അല്ലെങ്കിൽ ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണ് പൂർണ്ണമായും ശബ്ദ വ്യക്തത അവിടെ ഉണ്ടാവാത്തത്. എന്തായാലും വിജിയുടെ പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ പെരുമാറ്റം ഉണ്ടായി എന്ന് തന്നെയാണ്. സജിത്ത്, അദ്ദേഹത്തിന്റെ ശബ്ദ സംപ്രേഷണം ഇപ്പോൾ നമ്മൾ പ്രക്ഷേപണം ചെയ്തപ്പോൾ കേട്ട ഒരു കാര്യം, അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ആവശ്യം, ഇതുവരെ വിജിയുടെ ആവശ്യം എന്താണ് എന്ന് അദ്ദേഹത്തിന് ഒരു മന്ത്രി എന്ന നിലയിൽ പോലും അറിയില്ല എന്ന് വേണം അതിൽ നിന്ന് കരുതാൻ. അതോ ദേഷ്യം കൊണ്ട് അദ്ദേഹം അങ്ങനെ ചോദിച്ചതാണോ? അക്കാര്യത്തിൽ വ്യക്തമായും ഒരു മാധ്യമ നിലയത്തിൽ നമുക്കൊരു നിലപാടെടുക്കാൻ കഴിയില്ല. ഒരുപക്ഷെ വിജി എന്ന പേര് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവാതെ വന്നതാവാം. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നേരിട്ട് ഇതുവരെ ഇടപെടാത്ത ഒരു വ്യക്തിയാവാം മന്ത്രി എം എം മണി. മന്ത്രി എന്ന നിലയിൽ നിരവധി വിഷയങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തതായിരിക്കാം. മുന്നറിയിപ്പുകളോ അത്തരം സൂചനകളോ ഒന്നും നൽകാതെയാവാം ഒരുപക്ഷെ വിജി മന്ത്രിയെ നേരിട്ട് വിളിച്ചത്. അതൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടായ ഒരു ആശയക്കുഴപ്പമാവാം. പക്ഷേ വിഷയം മനസ്സിലായതിനു ശേഷം പ്രതികരണമാണ് അങ്ങേയറ്റം ദുഃഖിപ്പിക്കുകയും അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേദന ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. ഒരു മന്ത്രി എന്ന തരത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാട് ആയിരുന്നില്ല അവിടുന്ന് ഉണ്ടായത്. പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പോ ഒരു സ്വാന്തനിപ്പിക്കുന്ന വാക്കുകളോ ഒന്നും ഉപയോഗിക്കാൻ മന്ത്രി കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. സജിത്ത്, അതിനുശേഷമാണ് മാധ്യമങ്ങളോട് വിജി സംസാരിച്ചത്. അപ്പോൾ വിജി പറഞ്ഞത് സമരം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും, അങ്ങനെയല്ലേ? തീർച്ചയായും സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നത് തന്നെയാണ് ഇവരുടെ നിലപാട്. കുടുംബം കുറെ ദിവസങ്ങളായി കുട്ടികളുമായി വിജി സമരപ്പന്തലിലെത്തി സമരം നടത്തി പോവുകയാണ് ചെയ്യുന്നത്. കുടുംബത്തിന്റെ നീതി തേടി ഈ സനലിന്റെ മരണത്തിന് ശേഷം ആ കുടുംബത്തിൽ സന്ദർശനം നടത്തിയ പല മന്ത്രിമാരും ഉറപ്പ് നൽകിയിരുന്നു. കുടുംബത്തിന് സാമ്പത്തിക സഹായം അടക്കമുള്ള സഹായം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഈ ഡിസംബർ 5 വരെ ഈ കുടുംബം കാത്തിരുന്നു. പക്ഷേ അത് പരിഹാരം ഞാൻ സജിത്തിലേക്ക് വരാം. ഇപ്പോൾ DCC പ്രസിഡന്റ് നെയ്യാറ്റിൻകര സനൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സനൽ, താങ്കൾ കേട്ടോ എന്ന് ഞാൻ കരുതുന്നു. മന്ത്രി എം എം മണി അവഹേളിച്ചതായ ഒരു പരാതി നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ ഭാര്യ വിജി പറഞ്ഞിരിക്കുകയാണ്. 1 മാസം കൊണ്ട് ജോലി തരാൻ ഇവിടെ എടുത്തു വച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വിജി ഫോണിൽ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ വിജിയോട് അദ്ദേഹം പ്രതികരിച്ചത്. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ? സംസ്കാരശൂന്യമായ ഒരു പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്.
യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്ന് അവർക്ക് അന്ന് ആ സംഭവം നടന്ന ദിവസം അവിടെ വന്ന് അദ്ദേഹത്തിന്റെ ശ്രീ സനലിന്റെ മൃതദേഹവും വെച്ച് റോഡിൽ ഉപരോധിച്ച ആളുകളോടും ജനപ്രതിനിധികളോടും വാക്ക് കൊടുത്ത് സർക്കാരിന് വേണ്ടി സംസാരിച്ച് കുട്ടിക്ക് യഥാർത്ഥത്തിൽ നൽകേണ്ടുന്ന നഷ്ടപരിഹാരവും ആ പെൺകുട്ടിക്ക് ഒരു ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാഗ്ദാനം ചെയ്ത് പോയതാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത്. അതിനുശേഷം ആ വീട്ടിൽ വന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യം സമ്മതിച്ചതുമാണ്. എത്രയോ ദിവസം ആ കുട്ടി കാത്തിരുന്നു. ജീവിക്കാൻ പോലും നിർവാഹമില്ലാത്ത ഒരു കുട്ടി കാത്തിരുന്നതിന് ശേഷമാണ് ഒരു സമര മാർഗവുമായി അവർ മുന്നോട്ട് വന്നത്. പ്രതിഷേധിക്കാനും സമരം ചെയ്യാനുള്ള അവകാശം ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ളതാണ്. സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമാധാനപരമായി ഗാന്ധിയൻ മാർഗത്തിലൂടെ ഒരു സമരം നടത്തുന്ന ഒരു പാവപ്പെട്ട ഒരു വിധവയായ സ്ത്രീയോട് ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും മ്ലേച്ഛമായ ഒരു പദപ്രയോഗം, അത് ഭീഷണിയുടെ സ്വരത്തിൽ വന്നത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്നത് ഇത് പ്രതിഷേധാർഹമാണ്. കേരളീയ പൊതുസമൂഹം ഇത് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായി മാത്രമേ കാണൂ. സനൽ, ഇതിനു മുമ്പും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള സംസാര ശൈലി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് തന്റെ സംസാര ശൈലി ഇതാണ് എന്നാണ്. വളരെ മോശമായ പദപ്രയോഗം അദ്ദേഹം എല്ലാവരും നടത്തുന്നത്, ഉദ്യോഗസ്ഥന്മാർ പോലും നടത്തുന്നത്. ഇത് അതൊന്നും മാത്രമല്ലല്ലോ, പാവപ്പെട്ട ഒരു വിധവയല്ലേ അവിടെ സമരവുമായി വന്ന് നിൽക്കുന്നത്. അവരോട് ഇത്രയും മോശമായ തരത്തിൽ പെരുമാറാമോ? ആ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ അത് യഥാർത്ഥത്തിൽ നിരുപാധികം അദ്ദേഹം മാപ്പ് പറയേണ്ടതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച്. അത് മാത്രമല്ല, ഈ ഇത്രയോ ദിവസമായി അവിടെ ഒരു സമരവുമായി വന്നിരിക്കുന്ന ആ പാവപ്പെട്ട കുട്ടിയുടെ കാര്യത്തിനകത്ത് തീരുമാനമുണ്ടാകാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കേണ്ടതിന് പകരം ഭീഷണിപ്പെടുത്തി അവരെ അവിടെ നിന്ന് ഓട്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല. കേരളത്തിലെ പൊതുസമൂഹം ശക്തമായി ഇതിനെതിരായി പ്രതികരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. DCC പ്രസിഡന്റ് നെയ്യാറ്റിൻകര സനലാണ് ഇപ്പോൾ പ്രതികരിച്ചത്. മന്ത്രി M. മണിക്കെതിരെ പരാതിയുമായി VG രംഗത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഒരു വിധവയോട് ഒരു മന്ത്രി പറയാൻ പാടില്ലാത്ത വാക്കുകൾ തന്നെയാണ് M. മണി പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുന്നത്? മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ പോയി വീണ്ടും കാണണം. ജോലി എടുത്തു വെച്ചിട്ടില്ല, ഒരു മാസം കൊണ്ട് തരാമെന്ന് പറഞ്ഞെങ്കിൽ എടുത്തു വെച്ചിട്ടില്ല, അങ്ങനെയൊക്കെയാണ് M. മണി വിജിയോട് പറഞ്ഞത്. എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഈ സമയത്ത് ഞാനും ആ സമരപ്പന്തലിലുണ്ടായിരുന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വിജി വിളിക്കുന്നത്. മണി വളരെ മോശമായിട്ട് ഒരു തെരുവിലുള്ള ഒരു മോശമായ ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് ഒരു മന്ത്രി സംസാരിച്ചത്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന വിജിക്ക് നിങ്ങൾ എന്തിനും ഇവിടെ വന്നിരിക്കുന്നു, നിങ്ങൾ ഇവിടെ ആര് ജോലി തരാമെന്ന് പറഞ്ഞു. മന്ത്രിയെ കാണാൻ പോയ കഥ ഞാൻ പറയാം. MLA വിളിച്ചോണ്ട് പോയി 28-ാം തീയതി മന്ത്രിയെ കാണാൻ അസംബ്ലി ഉണ്ടായിരുന്ന ദിവസം. അസംബ്ലിയിൽ 7 ആളിന് MLA ഈ വിജയൻ 2 കൊച്ചു പിള്ളേരെ അച്ഛനെയായിട്ട് അവിടെ എത്തിച്ചു. എന്നിട്ട് കാണാൻ തയ്യാറായില്ല. എന്നിട്ട് സെക്രട്ടേറിയറ്റിൽ വരാൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ കൊണ്ട് 7:45 വരെ രാത്രി ഇരുന്നിട്ട് 2 കൊച്ചു പിള്ളേരെയും കൂട്ടി ഭർത്താവ് നഷ്ടപ്പെട്ട ഈ വിജി ഇരുന്ന സമയത്താണ് 1/2 മിനിറ്റ് മുഖ്യമന്ത്രി കണ്ടിട്ട് ഉടൻ പരിഹരിക്കാന്ന് പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞ് 5-ാം തീയതി കഴിയില്ലെന്ന്. 5-ാം തീയതി കഴിഞ്ഞിട്ടാണ് സമരത്തിന് വേണ്ടി വിജി തയ്യാറാവുന്നത്. അതിന് സമരം ചെയ്തുകൊണ്ട് ഇനി കഴിയില്ല. സമരം ചെയ്യാത്ത രാജ്യമാണോ ഇത്? അങ്ങനെയൊന്നും വിജയെ ഭീഷണിപ്പെടുത്തി ഇവിടുന്ന് ഒട്ടിക്കാൻ കഴിയില്ല. ഭീഷണിപ്പെടുത്തിയാലൊന്നും ഓടില്ല. ഇതിന്റെ പിന്നില് പൊതുസമൂഹമുണ്ട്. ശക്തമായിട്ടുള്ള സമര പരിപാടി ഇന്ന് തന്നെ ആക്ഷൻ കൗൺസിൽ അവിടെ 4 മണിക്ക് ഞങ്ങൾ ഒന്നിച്ചു കൂടുന്നുണ്ട്. അതിനുശേഷം ശക്തമായ സമര പരിപാടിയായിട്ട് മുമ്പ് ചന്ദ്രശേഖരൻ, ഈ സമരം അവസാനിപ്പിക്കണം, ഈ സമരം തുടരരുത് എന്ന രീതിയിൽ തന്നെയാണോ മന്ത്രി സംസാരിച്ചത്? ആ സമരം അവസാനിപ്പിച്ച് സമരം നടത്തിയാൽ ഒന്നും കിട്ടാൻ പോണില്ല എന്നാ. മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി ഒന്നുകൂടി കാണണമെന്നാണോ അദ്ദേഹം പറഞ്ഞത്? മുഖ്യമന്ത്രിയെ 2 പ്രാവശ്യം കണ്ടു. എന്നും മുഖ്യമന്ത്രിയെ കാണാനാണോ ഇപ്പൊ നടക്കേണ്ടത്? മുഖ്യമന്ത്രിക്ക് ഈ വിഷയം അറിയാമായിരുന്നല്ലോ. കളക്ടർ തന്നെ ആദ്യമായിട്ട് എഴുതി കൊടുത്തല്ലോ. അവിടെ ഒരു മരണം നടന്നാൽ 10,000 രൂപ തഹസിൽദാർ കൊടുക്കും. അതുപോലും കൊടുക്കാതെ എന്ത് ഭരണം? ഈ ഭരണത്തിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ ഗ്രൂപ്പുകൾ വലിയ സമരപരിപാടി ഇടുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇതിന് മാപ്പ് പറയേണ്ടി വരും. മണിയപ്പുള്ള കയറി ഇട്ട് കഴിഞ്ഞാൽ ഇത് സ്ത്രീയോട് 26 വയസ്സുള്ള വിധവയായിട്ടുള്ള ആ ഭർത്താവ് നഷ്ടപ്പെട്ട കുട്ടികളുടെ ഇത്രയും മോശമായിട്ട് ഒരു മന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും ഈ കാലത്തിരിക്കാൻ. തീർച്ചയായും വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് S. സുരേഷ് കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സുരേഷ്, താങ്കൾ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. M. മണിക്കെതിരെ പരാതിയുമായി നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ ഭാര്യ വിജി രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹവുമായി ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, സമരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, 1 മാസം കൊണ്ട് ജോലി തരാൻ ഇവിടെ എടുത്തു വെച്ചിട്ടില്ല, അത്തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും, മന്ത്രി M. മണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് വിജി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. താങ്കളുടെ ഒരു അഭിപ്രായം?
അല്ല, ഇതിലെ ഇവിടുത്തെ വനിതാ മതിൽ കെട്ടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വനിതകളോട്, പ്രത്യേകിച്ച് ഒരു വിധവയോട് ഉള്ള സമീപനം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് എം മണിയുടെ ഈ പ്രതികരണം. യഥാർത്ഥത്തിൽ ആ കുടുംബത്തിനെ മാർക്സിസ്റ്റ് പാർട്ടി വഞ്ചിക്കുകയാണ്. ആ കുടുംബത്തിന് 25 ലക്ഷം രൂപയും ജോലിയും ഒക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA നേരിട്ട് പോയിട്ട് വാഗ്ദാനം ചെയ്തതാണ്. അങ്ങനെ വാഗ്ദാനം ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോ അവിടെ ഒരു വഞ്ചന നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ആ കുടുംബത്തെ അവഹേളിക്കാനും അപമാനിക്കാനും കൂടെയുള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നടക്കുന്നു. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്കാരമാണ്. കാരണം ഇത് തന്നെയാണ് കുറച്ചു മുമ്പ് വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ഭക്തൻ ആത്മഹത്യ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയും അപമാനിക്കാൻ വേണ്ടിയും കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിച്ചതും ഇപ്പൊ എം മണിയും ശ്രമിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു അധമ സംസ്കാരമാണ്. മന്ത്രിമാർ പോലും ആ സംസ്കാരത്തിന് അടിമപ്പെട്ടവരാണ്. ഇവർക്ക് ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണം, ഒരു വിധവയെ എങ്ങനെ ബഹുമാനിക്കണം, സർവ്വതും നഷ്ടപ്പെട്ട ഒരു കുടുംബത്തെ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ള അതിനെ സംബന്ധിച്ചുള്ള പാഠം പോലും അറിയാത്ത ആൾക്കാരായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മാറിയിരിക്കുന്നു. ഇവിടെ ചെയ്യേണ്ടത് ആ കുടുംബത്തിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA ഉറപ്പ് നൽകിയ സഹായധനം നൽകേണ്ടി വേണ്ടത്. ആ കുടുംബത്തിന് 25 ലക്ഷം രൂപയും അവർക്ക് വിജിക്ക് ജോലിയുമാണ് അന്ന് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടിയ സർവ്വ പാർട്ടികളും വന്ന പരിപാടിയിൽ വെച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ വാഗ്ദാനം ചെയ്തത്. ആ വാഗ്ദാനം നടപ്പാക്കുന്നതിന് പകരം ആ കുടുംബത്തെ അപമാനിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ സർക്കാർ സ്ത്രീ ശാപത്താൽ തകരാൻ പോകുന്ന ഒരു സർക്കാരാണ് ഈ പിണറായി വിജയൻ സർക്കാർ എന്ന് ആവർത്തിച്ച് പറയാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. ശരി, വളരെയധികം നന്ദി. ഞങ്ങളോട് പ്രതികരിച്ചതിന് സുരേഷാണ് BJP നേതാവ് നമ്മളോട് പ്രതികരിച്ചത്. ഇപ്പോൾ മന്ത്രി എം മണി തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ കേൾക്കാമോ? ഓ, കേൾക്കാം. മിനിസ്റ്റർ അവര് വിളിച്ചിരുന്നു, അവരുടെ പിതാവും വിളിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിന്റെ പഠിക്കാനാണ്, അവർ സത്യാഗ്രഹമാണ് എന്നും പറഞ്ഞാണ് വിളിച്ചത്. ഇങ്ങനെ മരിച്ചുപോയ സനലിന്റെ ഭാര്യ വിജിയാണ് എന്ന് പറഞ്ഞു. ശരി, അപ്പൊ ജോലി തരാമെന്നൊക്കെ മന്ത്രിമാര് അന്ന് പറഞ്ഞിരുന്നു, ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും ആയില്ല, 1 മാസം ആയല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങളതിന്റെ പുറകെ ബന്ധപ്പെടണ്ടേ, അപേക്ഷ കൊടുക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യേണ്ടതല്ല. അല്ല, മുഖ്യമന്ത്രിയെ പോയി വേണേലും നിങ്ങൾക്ക് കാണാമായിരുന്നല്ലോ. അത് അങ്ങനെ ചെയ്യണ്ട. 1 മാസമല്ലേ, 1 മാസം കാലാവധി എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ലല്ലോ. മന്ത്രിസഭയിൽ ഞാൻ പറയാം, ജോലി കൊടുക്കണമെങ്കിൽ തന്നെ മന്ത്രിസഭ തീരുമാനിക്കാതെ കൊടുക്കാൻ പറ്റില്ല. അതിന്റെ നടപടിക്രമമായിട്ടേ ജോലി ഒരാളിന് കൊടുക്കണേ പോലും കൊടുക്കാൻ പറ്റൂ ഇത്തരം കേസ്. അപ്പോ നിങ്ങൾ എന്തുകൊണ്ട് തുടർന്ന് ബന്ധപ്പെടേണ്ടതില്ലായിരുന്നോ? അപ്പോ ഞാനിതേ സംബന്ധിച്ച് അന്വേഷിക്കാം ഏതായിരുന്നാലും എന്നും പറഞ്ഞു. ഇതാണ് പറഞ്ഞത്. ആ ടെലിഫോൺ സംഭാഷണം ഞങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്കായി അവരത് റെക്കോർഡ് ചെയ്തിരുന്നു. ഞങ്ങൾ അത് ശബ്ദ സംപ്രേഷണം ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്തു സർ. പക്ഷെ താങ്കൾ പറയുന്നതിൽ കുറച്ച് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞതുപോലെ അല്ല താങ്കൾ അവരോട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വിജി താങ്കളോട് സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് മന്ത്രിയുടെ പരാമർശം തന്നെ വേദനിപ്പിച്ചു. അതിനുശേഷം അവർ ആരെയും വിളിച്ചത് പോലുമില്ല. വിജി, ഞാനൊന്നും ആരെയും വേദനിപ്പിച്ചൊന്നുമില്ലല്ലോ. നിങ്ങളെന്താ, ഞാൻ സംഭാഷണം നടത്തിയത് എന്നാ നിങ്ങളൊന്നും കേട്ടിരുന്ന? താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുകയാണെങ്കിൽ വിജി താങ്കളോട് സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേൾപ്പിക്കാം. നിങ്ങൾ കേട്ടോ, നിങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ എന്റെ മര്യാദക്ക് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങൾ എന്നെ വിചാരണ ചെയ്യാൻ പോവാണ്, ആളെ വേറെ നോക്കിയാൽ മതി. എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. അങ്ങനെ വിജിക്ക് താങ്കളുടെ മന്ത്രിയുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു പോയിരിക്കുകയാണ്. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല, മാധ്യമങ്ങൾ വിചാരണ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു പോയിരിക്കുകയാണ്. വിജിയോട് സംസാരിച്ചത് വിജിയുടെ പിതാവിനോട് സംസാരിച്ചിരുന്നു. സമരം കിടക്കാതെ മുഖ്യമന്ത്രിയെ പോയി കാണണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഇതിൽ താൻ ചെയ്യേണ്ടത് എന്ന് വിജിയോട് ചോദിച്ചു എന്നാണ് ഇപ്പോൾ മന്ത്രി എം മണി ന്യൂസ് 8നോട് പ്രതികരിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ പരാമർശം ആരെയും വേദനിപ്പിക്കാനല്ല താൻ അങ്ങനെ പറഞ്ഞത്. താൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് വിജിയോട് ചോദിച്ചത്. മോശമായി ഒരു രീതിയിൽ സംസാരിച്ചിട്ടില്ല. എന്നാൽ വിജി വിളിച്ചെന്ന് മന്ത്രി സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. മന്ത്രി എം മണിയാണ് അല്പസമയം മുമ്പ് ന്യൂസ് 8നോട് പ്രതികരിച്ചത്. അതേസമയം മന്ത്രിയുടെ പരാമർശം വേദനിപ്പിച്ചെന്നാണ് വിജി മാധ്യമങ്ങളോട് പറഞ്ഞത്. TG സജിത്ത് ഒരിക്കൽ കൂടി ചേരുകയാണ്. സജിത്ത്, ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം കേട്ടല്ലോ. താൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല, നമ്മളോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ വളരെ സംയമനത്തോടെ ഇതിന് താൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന രീതിയിലാണ് അദ്ദേഹം വിജിയോട് സംസാരിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ നിലപാട് ന്യായീകരിക്കുകയാണ്. എന്തായാലും വിജിയുടെ പ്രതികരണം അങ്ങേയറ്റം മോശമായി മന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായി എന്നത് തന്നെയാണ്. കാരണം മന്ത്രിക്ക് ഒരുപക്ഷെ മുന്നറിയിപ്പില്ലാതെ വിളിച്ചുകൊണ്ട് വിജി ആരാണെന്നോ എന്താണ് വിഷയമെന്നോ ഒരു ഘട്ടത്തിൽ ആദ്യം അറിയാൻ കഴിഞ്ഞിരുന്നില്ലായിരിക്കാം. പക്ഷെ പിന്നീട് വിഷയം മാറി, അത് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അപ്പോഴാണ് എം.എം. മണി ഈ തരത്തിൽ പെരുമാറിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ആശ്വസിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വിധേയയോട് പെരുമാറേണ്ട തരത്തിലുള്ള ഒരു പെരുമാറ്റം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് തീർച്ചയായും നമുക്ക് പറയാം. ബാക്കി ഏത് തരത്തിൽ മോശമുള്ള കൂടുതൽ പദങ്ങളൊക്കെയാണോ മന്ത്രി ഉപയോഗിച്ചതെന്ന കാര്യമൊക്കെ വിജിക്കായിരിക്കും ഒരുപക്ഷെ കൂടുതൽ വിശദീകരിക്കാൻ കഴിയുക. അക്കാര്യമാണ് വിജി മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങേയറ്റം മോശമായ പെരുമാറ്റം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന തരത്തിലാണ് വിജിയുടെ പ്രതികരണം. ശരി, മന്ത്രി എം.എം. മണി അവഹേളിച്ചതായി നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ ഭാര്യ വിജി പറയുന്നു. 1 മാസം കൊണ്ട് ജോലി തരാൻ എടുത്തു വെച്ചിട്ടില്ലെന്ന് മന്ത്രി ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞെന്നാണ് വിജി മാധ്യമങ്ങളോട് പറഞ്ഞത്. മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിൽ സമരം കിടക്കാതെ മുഖ്യമന്ത്രിയെ കാണണമെന്നാണ് മന്ത്രി വിജിയോട് പറഞ്ഞത്. എന്തായാലും മന്ത്രിയുടെ പരാമർശം വേദനിപ്പിച്ചു എന്ന് വിജി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവരങ്ങളാണ് ടി ജി സജിത്ത് തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.